Hello dear children, welcome to English class. This is me Anju, your English teacher. Today we are going to discuss an interesting story. The title of the story is The Talkative Barber. The story is about a barber who cannot stop talking. Now let's move to the story. The Talkative Barber. Long ago, a sultan whose name was Shahryar ruled over a large kingdom. ഒരുപാട് കാലം മുൻപ് ഒരു സുൽത്താൻ, ആ സുൽത്താൻ്റെ പേരെന്താണ്? വാട്ട്സ് ദ നെയിം ഓഫ് ദി സുൽത്താൻ? ഷഹ്രിയാർ. ഹി റൂൾഡ് ഓവർ എ ലാർജ് കിങ്ഡം. ഓക്കെ, ഹിസ് ക്യൂൻ വാസ് എ ഗുഡ് സ്റ്റോറി ടെല്ലർ. അപ്പോൾ ഈ സുൽത്താൻ്റെ ഷഹ്രിയാർ, ആ സുൽത്താൻ്റെ ക്യൂൻ, രാജ്ഞി നല്ലൊരു സ്റ്റോറി ടെല്ലറായിരുന്നു. നന്നായിട്ട് കഥ പറയുന്ന ഒരാളാണ്. ഈച്ച് നൈറ്റ് ഷീ വുഡ് ടെൽ എ സ്റ്റോറി ടു ദ കിങ്. സോ ഷീ യൂസ് ടു ടെൽ സ്റ്റോറീസ് ഈച്ച് നൈറ്റ്. ഓക്കെ, എല്ലാ ദിവസവും രാത്രി ഈ രാജാവിന് ഈ ക്യൂൻ കഥ പറഞ്ഞു കൊടുക്കും. ഷീ നരേറ്റഡ് ആൻഷ്യൻ്റ് പേർഷ്യൻ ആൻഡ് അറബിക് ഫോക്ക് സ്റ്റോറീസ്. അപ്പം എങ്ങനെയുള്ള സ്റ്റോറീസാണ് പറഞ്ഞിരുന്നത്? ആൻഷ്യൻ്റ് പേർഷ്യൻ സ്റ്റോറീസും അറബിക് ഫോക്ക് സ്റ്റോറീസും, പഴയകാല പേർഷ്യയിലെ കഥകളും പിന്നെ അറബിക് നാടൻ കഥകളൊക്കെയായിരുന്നു പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദ സ്റ്റോറീസ് ഫ്രം ദ അറേബ്യൻ നൈറ്റ്സ്. അപ്പോൾ അറേബ്യൻ നൈറ്റ്സ് എന്നതിലെ ഒരു കഥയാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, read this story about a man who cannot stop talking. So this story is about a man who cannot stop talking. സംസാരിക്കുന്നത് നിർത്താൻ കഴിയാത്ത ഒരാളെക്കുറിച്ചുള്ളൊരു കഥയാണ്. ഓക്കെ, അയാൾക്ക് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന, ഓവറായിട്ട് സംസാരിക്കുന്ന ആളുകളെ നമ്മൾ എന്താ പറയുക? ടോക്കറ്റീവ് എന്ന് പറയും അല്ലേ? ടോക്കറ്റീവ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കുന്നവരെയാണ് നമ്മൾ ടോക്കറ്റീവ് എന്ന് പറയാം. ഓക്കെ, സോ ഇപ്പോൾ ടൈറ്റിൽ എന്താണെന്ന് മനസ്സിലായല്ലോ? ദി ടോക്കറ്റീവ് ബാർബർ. സോ ദി സ്റ്റോറി ഈസ് അബൌട്ട് എ ബാർബർ ആൻഡ് ഹീ ഈസ് വെരി ടോക്കറ്റീവ് ആൻഡ് ഹീ കനോട്ട് സ്റ്റോപ്പ് ടോക്കിംഗ്. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ദ സ്റ്റോറി. ഇൻ ദ സിറ്റി ഓഫ് കാഷ്ഗർ lived a barber who was a great talker. So this is the story is taking place in the city of Kashgar. Okay, Kashgar, and there lived a barber who was a great talker. Once the sultan called the barber to shave his head. The barber started talking non-stop instead of shaving him. So the barber, he is not shaving. Okay, he is talking. He started talking. He didn't shave the sultan, he started talking. Okay, sultan called the barber to shave his head, right? But he is talking. The sultan got angry. When are you going to stop talking and begin to do your work? നീ എപ്പോഴാണ് ഈ സംസാരം നിർത്തിയിട്ട് നിൻ്റെ വർക്ക് ചെയ്യുക എന്ന് സുൽത്താൻ വളരെ ദേഷ്യത്തോടെ ചോദിച്ചു. The barber replied, "You do me an injury by calling me a chatterer. For everyone says I am very quiet. I have 6 brothers whom you might call chatterers. Their names are Bukbon, Bukburia, Bukbuk, Alkus, Alnashi, Shakabak. One is humpbacked, one is toothless, one is half blind, one is quite blind, one is deaf, and the other has a defect in his speech, and they are all great talkers. But I am the youngest of my family, and I am very quiet and sparing with words." അപ്പോൾ ഈ ബാർബർ എന്താ പറഞ്ഞത്? എന്നെ ചാറ്ററർ എന്നാണ് വിളിക്കുന്നത്. ചാറ്ററർ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആൾ. അപ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ വളരെ ക്വയറ്റാണെന്നാണ്. എന്നിട്ട്
ഈ ബാർബറിൻ്റെ ഫാമിലിനെ കുറിച്ച് പറയാണ്. ഹി ഹാസ് 6 ബ്രദേഴ്സ് ഉണ്ട്. ആ ബ്രദേഴ്സിൻ്റെ ഒക്കെ പേര് കൊടുത്തിരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ അറേബ്യൻ നെയിംസാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എൻ്റെ ബ്രദേഴ്സാണ്. അപ്പോൾ അവരെന്താണ്, ഓരോരുത്തർക്കും ഓരോ ഡിഫക്ട്സ് ഉണ്ട്. ഓക്കെ, ഒന്ന് ഹംബാക്ഡ് ആണ്. ഹംബാക്ഡ് എന്ന് പറഞ്ഞാൽ കൂനുള്ള ഒരാൾ. പിന്നെ ഒന്ന് ടൂത്ത്ലെസ്, പല്ലുകളൊന്നുമില്ല. ഒരാൾ ഹാഫ് ബ്ലൈൻഡാണ്, ആൾക്ക് പകുതി കാഴ്ച മാത്രമേ ഉള്ളൂ. ഒരാൾ ക്വൈറ്റ് ബ്ലൈൻഡ്, നല്ല ബ്ലൈൻഡാണ്. ഒരാൾ ഡെഫാണ്. ഡെഫ് എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കില്ല. ഓക്കെ, ഒരാൾക്ക് സ്പീച്ച് ഡിഫക്റ്റ് ഉണ്ട്, അതായത് സംസാരത്തിൽ ഡിഫക്റ്റ് ഉണ്ട്. പക്ഷെ അവരെല്ലാം നല്ല ടോക്കേഴ്സാണ്. ഞാനാണ് ഇതിലെ യങ്ങസ്റ്റ്, ഈ ബാർബറാണ് ഇതിലെ യങ്ങസ്റ്റ്. ഓക്കെ, ഇവർ എന്താ ക്വയറ്റുമാണ്. ഞാൻ സ്പെയറിങ് വിത്ത് വേർഡ്സ് മീൻസ് ഞാൻ വളരെ കെയർഫുള്ളാണ് സംസാരത്തിൽ. ഞാൻ അധികമൊന്നും സംസാരിക്കില്ല എന്നാണ് ഈ ബാർബർ പറഞ്ഞത്. ഓക്കെ, ഗീവ് ഹിം 3 pieces of gold. The Sultan cried, losing all his patience, and send him away. I will not be shaved today. അപ്പോൾ കിങ്ങിന് ആകെ പേഷ്യൻസ് ക്ഷമയൊക്കെ നശിച്ചു പോയി. എന്നിട്ട് കിങ് പറഞ്ഞു അദ്ദേഹത്തിന് 3 ഗോൾഡ് കോയിൻസ് കൊടുക്കൂ, എന്നിട്ട് ഇവരെ പറഞ്ഞു വിടും, ഞാനിന്ന് ഷേവ് ഒന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞു കിങ്. സുൽത്താൻ, മൈ മാസ്റ്റർ, cried the barber, it was not I who came to seek you. It was you who ordered me to come. So I will not quit your house till I have shaved you. അപ്പോൾ ബാർബർ എന്താ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നതല്ല, നിങ്ങൾ എന്നെ വിളിച്ചതാണ്. നിങ്ങൾക്ക് ഒരു ഷേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്നെ ഓർഡർ ചെയ്ത് വിളിച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ തല ഷേവ് ചെയ്യാതെ ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് ബാർബർ പറഞ്ഞു. He then began narrating another story which lasted half an hour. അപ്പോൾ ഒരു കഥ പറയാൻ തുടങ്ങി. ഒരു അരമണിക്കൂറോളം നീണ്ടൊരു കഥയാണ്. Stop making your fine speeches and let me go quickly. I have an affair of the greatest importance. I have to go out at noon, said the Sultan. സുൽത്താൻ എന്താ പറഞ്ഞത്, നിങ്ങളിങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ, എന്നെ പെട്ടെന്ന് പോകാൻ അനുവദിക്കൂ. എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുണ്ട്. എനിക്ക് ഉച്ചയ്ക്ക് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ പെട്ടെന്ന് വിടൂ എന്ന് സുൽത്താൻ പറഞ്ഞു. When he saw that Sultan was really angry with him, the barber said, "Oh master, do not be angry. I will begin to shave you." അപ്പോൾ നല്ല ദേഷ്യത്തിലാന്ന് മനസ്സിലായപ്പോൾ ബാർബർ പറഞ്ഞു, ഓക്കെ, എന്നോട് ദേഷ്യപ്പെടല്ലേ, ഞാൻ ഷേവ് ചെയ്യാം. Saying this, he washed the Sultan's head and began to shave. But he had not touched him even 4 times with the razor when he stopped and said, "My master, you are acting hastily in this matter. Go on shaving me. Speak no more," ordered the Sultan. "Be patient," said the barber. "Perhaps you have not considered well what you were going to do. I wish you would tell me what this matter of great importance is all about, and then I will give you my opinion on it." "Finish shaving at once," the Sultan exclaimed. But instead of doing this, the barber left the Sultan half-shaved to go and see what time it was. "My patience is exhausted," the Sultan cried. അപ്പോൾ എന്താ സംഭവിച്ചത്, ഇദ്ദേഹം ആദ്യം തലയൊക്കെ കഴുകി ഷേവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങൾ ഭയങ്കര ധൃതി കാണിക്കുകയാണ്. അപ്പോൾ രാജാവ് എന്താ പറഞ്ഞത്, "ഗോ ഓൺ ഷേവിങ് മീ, സ്പീക്ക് നോ മോർ." ഇനി സംസാരിക്കേണ്ട, നിങ്ങൾ ഷേവ് ചെയ്തോളൂ. അപ്പോൾ ഇദ്ദേഹം എന്താ പറഞ്ഞത്, പേഷ്യൻ്റ് ആയിരിക്കണം, നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ പോയാൽ ചെയ്യുന്ന കാര്യമൊന്നും നന്നായി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്താണ് ആ ഗ്രേറ്റ് ഇമ്പോർട്ടൻസിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം എന്നൊക്കെ ഈ ബാർബർ പറയാണ്. അപ്പോഴേക്കും രാജാവിന് നല്ല ദേഷ്യം വന്നു. രാജാവ് പറഞ്ഞു, നിങ്ങൾ ഒന്ന് വേഗം ഒന്ന് ഷേവ് ചെയ്ത് തീർക്കൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബാർബർ എന്താ ചെയ്തത്, സുൽത്താനെ ഹാഫ് ഷേവ്ഡായിട്ട് അവിടെ വിട്ടു. എന്നിട്ട് പറഞ്ഞു, നോക്കൂ സമയം എത്രയെന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാജാവ് എന്താ പറഞ്ഞത്, "മൈ പേഷ്യൻസ് ഈസ് എക്സ്ഹോസ്റ്റഡ്." എൻ്റെ ക്ഷമയൊക്കെ നശിച്ചു പോയി എന്ന് രാജാവ് പറഞ്ഞു. "Be calm, my master, and you shall be shaved in a moment,"
അപ്പോൾ നിങ്ങൾ കാമായിട്ടിരിക്കൂ, ഞാൻ ഈ നിമിഷം തന്നെ ഷേവ് ചെയ്ത് തരാം, said the barber, and saying this he continued shaving the Sultan. But while he was doing this he could not help talking. അപ്പോൾ ഷേവ് ചെയ്യണതിൻ്റെ കൂടെ സംസാരിക്കാതിരിക്കാൻ ഈ ബാർബറിന് കഴിഞ്ഞില്ല. If you could inform me what this important affair is, I would give more advice which you might find useful. അപ്പോൾ ബാർബർ ഇത് തന്നെ പറയുകയാണ്, എന്താണ് ഇമ്പോർട്ടൻ്റ് അഫെയർ, നിങ്ങൾ എന്തോ പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കാര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആ കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ച് അഡ്വൈസൊക്കെ പറഞ്ഞു തരാമെന്നായി നമ്മുടെ ബാർബർ. ഓക്കെ. The Sultan was completely fed up by now and decided to satisfy the barber. അപ്പോൾ ശരിക്കും അടുത്ത് പോയി സുൽത്താന്, കാരണം ഈ ബാർബർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ബാർബറിനൊന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് പറയാമെന്ന് ഈ സുൽത്താൻ വിചാരിച്ചു. He told him that he was giving a feast to some friends at noon, which was why he was in a hurry to leave. ഓക്കെ, ഇദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊരു ഫീസ്റ്റ്, ഒരു സദ്യ കൊടുക്കുകയാണ് ഈ ഉച്ചയ്ക്ക്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൃതി കാണിക്കുന്നതെന്ന് പറഞ്ഞു. When the barber heard the Sultan mention a feast, he exclaimed, "That reminds me, yesterday I invited 4 or 5 friends to come to my house today, but I had quite forgotten it and have not made any preparations for them." അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്, അയ്യോ ഇത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ച്, ഞാൻ എൻ്റെ ഒരു 4-5 സുഹൃത്തുക്കളെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു എന്ന്, പക്ഷെ ഞാനത് മറന്നുപോയി, അതിനു വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. The Sultan, who was at the mercy of the barber, was ready to do anything to be rid of him. "Be quick and finish your work," the Sultan replied, "and you shall have all the food that has been prepared for me today." അപ്പോൾ ഈ ബാർബർ പറഞ്ഞു, സുൽത്താൻ പറഞ്ഞു, ഓക്കെ, പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ വർക്ക് തീർക്കൂ, നിങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കാനുള്ള ഫുഡൊക്കെ ഇവിടെ ഉണ്ട്, അത് നിങ്ങൾക്ക് എടുക്കാമെന്ന് സുൽത്താൻ പറഞ്ഞു. "Please show me the food that I may judge if it is enough for my 5 friends." അപ്പോൾ ബാർബർ എന്താ പറഞ്ഞത്, ആ ഫുഡ് എനിക്ക് കാണിച്ചു തരൂ, അപ്പോൾ അതെൻ്റെ ഫ്രണ്ട്സിന് അത് മതിയോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നായി ബാർബർ. "I have enough food for you," the Sultan exclaimed, but he ordered that all the food prepared for his feast be brought in. അപ്പോൾ സുൽത്താൻ പറഞ്ഞു, എനിക്ക് ഇവിടെ ഒരുപാട് ഭക്ഷണമുണ്ട്, എന്നാലും സുൽത്താൻ ആ ഫുഡെല്ലാം ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തു. The barber looked over the food and said, "This is very good, but I shall want some fruits for the dessert also." അപ്പോൾ ബാർബർ പറഞ്ഞു, ഇതെല്ലാം നല്ലതാണ്, പക്ഷേ ഡെസേർട്ടിന് വേണ്ടി കുറച്ച് ഫ്രൂട്ട് കൂടി വേണം. The Sultan, in desperation, since his head was half shaved, ordered that the fruits should also be brought in. അപ്പോൾ സുൽത്താൻ ആകെ മടുത്തുപോയി, പക്ഷേ തല ഹാഫ് ഷേവണാണല്ലേ, മൊത്തം ഷേവ് ചെയ്യണമല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ഫ്രൂട്ട്സും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തു. The barber left off shaving the Sultan to examine each dish separately. അപ്പോൾ ഈ ബാർബർ സുൽത്താനെയൊക്കെ വിട്ടിട്ട് ഓരോ ഫുഡും എക്സാമിൻ ചെയ്യാൻ വേണ്ടി പോയി. ദിസ് ടുക്ക് അപ്പ് ഹാഫ് ആൻ അവർ, അത് അരമണിക്കൂർ നീണ്ടു നിന്നു. The Sultan stamped his feet impatiently, but the barber did not hurry. At length, however, he again took up the razor, but after a few minutes of work, stopped suddenly and cried, "I never knew that you were so generous." അപ്പോൾ ഈ സുൽത്താൻ ആകെ പേഷ്യൻസൊക്കെ നഷ്ടപ്പെട്ടിട്ട് കാലൊക്കെ നിലത്ത് ഇങ്ങനെ കുത്തിയിരിക്കാൻ തുടങ്ങി. നമ്മൾ ഉറക്കിങ്ങനെ ചവിട്ടില്ലേ ദേഷ്യം വരുമ്പോൾ, അതുപോലെയൊക്കെ ഒന്ന് ചവിട്ടാൻ തുടങ്ങി. പക്ഷെ ബാർബർ അതൊന്നും തിടുക്കൊന്നും കാണിച്ചില്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു, ആ റേസറൊക്കെ എടുത്തിട്ട് വീണ്ടും ഷേവ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, "എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ ഇത്ര നല്ലവനായിട്ടുള്ള ആളാണെന്ന് എനിക്കറിയില്ലായിരുന്നു" എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഈ ബാർബർ കാണിച്ചിട്ടും അദ്ദേഹത്തിനോട് ദേഷ്യമൊന്നും കാണിക്കാതെ ഈ സുൽത്താൻ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തില്ലേ. അപ്പോൾ ഈ ബാർബറിന് ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എന്നിട്ട് പറഞ്ഞു, "എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ ഇത്ര ജനറസ് ആണെന്ന്, ഇത്ര
നല്ലവനാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് ബാർബർ പറഞ്ഞു. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സ്റ്റോറി. ന്യൂ വേർഡ്സ്. ചാറ്ററർ. ചാറ്ററർ മീൻസ് സമ്മൺ ഹൂ ടോക്സ് എ ലോട്ട്, ഒരുപാട് സംസാരിക്കുന്ന ഒരാൾ. ഡിഫക്റ്റ്. ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലേ, എ ഫോൾട്ട്. ഒപ്പീനിയൻ. ഒപ്പീനിയൻ എന്ന അഭിപ്രായം അല്ലേ. വാട്ട് എ പേഴ്സൺ ഫീൽസ് അബൌട്ട് എ പേഴ്സൺ, തിങ്സ് ഓർ സബ്ജക്റ്റ്. നമുക്ക് ഒരു പേഴ്സണിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു തിങ്ങിനെ കുറിച്ചോ ഒരു സബ്ജക്റ്റിനെ കുറിച്ചുള്ള നമ്മുടെ ഒപ്പീനിയൻ, ഓക്കെ, നമ്മുടെ അഭിപ്രായം. എക്സ്ഹോസ്റ്റഡ്. എക്സ്ഹോസ്റ്റഡ് മീൻസ് ടയേർഡ് ആൻഡ് ഫെഡപ്പ്, ആകെ മടുത്തുപോയി. ഡെസേർട്ട്. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എ സ്വീറ്റ് ഡിഷ് സെർവ്ഡ് ആഫ്റ്റർ ദ മെയിൻ മീൽ. അപ്പോൾ നമ്മുടെ മെയിൻ മീൽ, നമ്മുടെ പ്രധാന ഭക്ഷണത്തിന് ശേഷം നമ്മൾ കഴിക്കുന്ന ഒരു മധുര പലഹാരത്തെയാണ് നമ്മൾ ഡെസേർട്ട് എന്ന് പറയാം. എക്സാമിൻ. ടു ലുക്ക് അറ്റ് സംതിങ് വെരി കെയർഫുള്ളി. നമ്മൾ എന്തിനെങ്കിലും പരിശോധിക്കുക, ഭക്ഷണമൊക്കെ പരിശോധിക്കുക എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എന്തിനെങ്കിലും ഇങ്ങനെ പരിശോധിക്കുന്നതിനാണ് എക്സാമിൻ എന്ന് പറയാം. അറ്റ് ലെങ്ത്. അറ്റ് ലെങ്ത് മീൻസ് അറ്റ് എ സ്ട്രെച്ച്, ഒരു ഒറ്റയടിക്ക് അദ്ദേഹം അത് ആ ഷേവിങ് ചെയ്ത് തീർത്തു എന്നാണ് അറ്റ് ലെങ്ത് എന്ന് പറഞ്ഞത്. ഓക്കെ, so is it clear about the story? Now we can move to the exercises. Let's read. How many brothers did the barber have? ഈ ബാർബറിന് എത്ര ബ്രദേഴ്സ് ഉണ്ടായിരുന്നു? സെക്കൻഡ് വൺ, why was the sultan in a hurry? സുൽത്താൻ എന്തുകൊണ്ടാണ് തിടുക്കം കാണിച്ചത്? തേർഡ് വൺ, why did the barber take so long to shave the sultan? എന്താണ് ബാർബർ ഇത്രയധികം സമയമെടുത്തത്, സുൽത്താന് ഷേവ് ചെയ്യാൻ വേണ്ടി ഇത്രയധികം സമയമെടുത്തത്? അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എഴുതണം. ഓക്കെ, ഫോർത്ത് വൺ, റൈറ്റ് ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ ഇതൊരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് സെൻറ്റൻസസ് ഉണ്ട്. ആ സെൻറ്റൻസസ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഫിഫ്ത്ത് വൺ, വൈ ഡിഡ് ദ ബാർബർ വാണ്ട് എ ലോട്ട് ഓഫ് ഫുഡ്? എന്തുകൊണ്ടാണ് ആ ബാർബറിന് ഒരുപാട് ഭക്ഷണം വേണ്ടി വന്നത്? ഓക്കെ, so these are some questions about the story. Let's listen. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പോം ഉണ്ട്. ഓക്കെ, എ ലയൺ emerged from his lair for a short summer cut to his hair, but the barber he wept while his customers slept as they waited their turn in the chair. സോ ഇതൊരു ഫണ്ണി ലിറ്റിൽ പോമാണ്. ഇത് എബൌട്ട് എ ലയൺ, ഒരു ബാർബർ തന്നെയാണ്. ഒരു ബാർബറിൻ്റെ അടുത്തൊരു ലയൺ ചെല്ലുന്നതിനെ പറ്റിയുള്ളൊരു കുഞ്ഞു പോമാണിത്. ഓക്കെ, ഇറ്റ് ഈസ് റിട്ടൺ ബൈ ജോസഫ് ജി ഫ്രാൻസിസ്. ഓക്കെ, ലെറ്റ്സ് ടോക്ക്. ഡിഡ് ദ സുൽത്താൻ എൻജോയ് ദ ബാർബേഴ്സ് ടോക്ക്? വൈ ഡു യു സേ സോ? അപ്പോൾ ഇതും കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ആൻസേഴ്സ് എഴുതണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിഡ് ദ സുൽത്താൻ എൻജോയ് ദ ബാർബേഴ്സ് ടോക്ക്? ഈ സുൽത്താൻ ബാർബറിൻ്റെ ടോക്ക് എൻജോയ് ചെയ്തോ? എന്താ നിങ്ങളുടെ ആൻസർ? എന്താണ് നിങ്ങൾ അങ്ങനെ ആൻസർ പറയാൻ കാരണമെന്നും എഴുതണം. ഓക്കെ, സെക്കൻഡ് വൺ, വിച്ച് പാർട്ട് ഓഫ് ദ സ്റ്റോറി ഡിഡ് യു ഫൈൻഡ് ദ ഫണ്ണിയസ്റ്റ്? ഈ കഥയിൽ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഫണ്ണിയസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? തേർഡ് വൺ, വാട്ട് ആർ ദ തിങ്സ് ദ സുൽത്താൻ ഗേവ് ടു ദ ബാർബർ? ബാർബറിന് സുൽത്താൻ കൊടുത്ത സാധനങ്ങൾ എന്തെല്ലാമാണ്? ഫോർത്ത് വൺ, ഡു യു തിങ്ക് ദ സുൽത്താൻ വാസ് റിയലി വെരി ജനറസ്? വൈ ഡു യു സേ സോ? സുൽത്താൻ വളരെ ജനറസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ പറയുന്നത്? ഓക്കെ, യു ഹാവ് ടു റൈറ്റ് ദ ആൻസേഴ്സ് ഓഫ് ദീസ് ക്വസ്റ്റ്യൻസ്. വേർഡ് ബിൽഡിംഗ്. സ്റ്റഡി ദ വേർഡ്സ് ഇൻ ദ ഫസ്റ്റ് കോളം ആൻഡ് സീ ദ ചേഞ്ചസ് ഇൻ ദം ഇൻ ദ സെക്കൻഡ് കോളം. The words in column 2 are the opposites of the words in column 1. അപ്പോൾ ഇവിടെ 2 columns ഉണ്ട്. There are 2 columns. ഫസ്റ്റ് കോളമിലെ വേർഡ്സ് ഏതൊക്കെയാണ്? ഇമ്പോർട്ടൻറ്റ്, പേഷ്യൻറ്റ്, പ്ലെഷർ. ഇമ്പോർട്ടൻറ്റ്, പേഷ്യൻറ്റ്, പ്ലെഷർ. സെക്കൻഡ് കോളത്തിലോ അൺഇമ്പോർട്ടൻറ്റ്, ഇംപേഷ്യൻറ്റ്, ഡിസ്പ്ലെഷർ. അൺഇമ്പോർട്ടൻറ്റ്, ഇംപേഷ്യൻറ്റ്, ഡിസ്പ്ലെഷർ. അപ്പോൾ ഈ കോളം 2ലുള്ള വേർഡ്സ് ഈ കോളം 1ലെ വേർഡ്സിൻ്റെ ഓപ്പോസിറ്റ്സ് ആണല്ലേ. സോ വാട്ട് ആർ ദ ഡിഫറൻസ്? വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ ദ വേർഡ്സ് ഇൻ സെക്കൻഡ് കോളം വിത്ത് ദ ഫസ്റ്റ് കോളം? ഈ സെക്കൻഡ് കോളത്തിലെ വേർഡ്സിലുള്ള ചേഞ്ചസ് എന്താണ്? ചില വേർഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ, ചില ലെറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. UN, IM, DIS.
നമ്മളിങ്ങനെ ഒരു വേർഡിൻ്റെ മുൻപിൽ മറ്റ് ലെറ്റേഴ്സ് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയാം. ഓക്കെ, ഒരു വേർഡ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന വേർഡിൻ്റെ മുൻപിൽ, അതായത് ഐയുടെ തൊട്ട് മുൻപായിട്ട് നമ്മൾ എന്ത് ചേർത്തു? UN ചേർത്തു. അപ്പോൾ അൺഇമ്പോർട്ടൻ്റ് എന്നായി അല്ലേ? ആ UN നമ്മൾ പ്രിഫിക്സ് എന്ന് പറയാം. ഓക്കെ, പ്രീ എന്ന് പറഞ്ഞാൽ മുൻപ്. അപ്പോൾ മുൻപ് ഫിക്സ് ചെയ്യുന്നത്, ഈ വേർഡിൻ്റെ മുന്നേ ഫിക്സ് ചെയ്യുന്നത്, അതായത് പ്രിഫിക്സ്. ഓക്കെ, അതാണ് UN. അതുപോലെ പേഷ്യൻ്റ് എന്ന വേർഡിന് നമ്മൾ എന്ത് പ്രിഫിക്സ് ആണ് കൊടുക്കുക? അതായത് ആ വേർഡിൻ്റെ മുൻപിൽ നമ്മൾ എന്താണ് കൊടുക്കുക? IM കൊടുത്തു അല്ലേ? ഇംപേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ഓപ്പോസിറ്റ്, ക്ഷമയില്ലാത്ത, ഇംപേഷ്യൻ്റ്. ഓക്കെ, പ്ലഷർ എന്ന വേർഡിന് നമ്മൾ എന്താ പ്രിഫിക്സ് കൊടുത്തേ? ഡിസ്പ്ലഷർ, DIS കൊടുത്തു അല്ലേ? അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഓപ്പോസിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വേർഡിൻ്റെ മുൻപ് ലെറ്റേഴ്സ് ആഡ് ചെയ്തതിനെ പ്രിഫിക്സ് എന്ന് പറയും. PREFIX, പ്രിഫിക്സ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ താഴെ കുറച്ച് വേർഡ്സ് ഉണ്ട്. ഈ വേർഡ്സിനെ നിങ്ങൾ പ്രിഫിക്സസ് ആഡ് ചെയ്യണം. ഏതൊക്കെ പ്രിഫിക്സ് ആഡ് ചെയ്യേണ്ടത്? UN, IM, DIS. So what are the words? Believe, shaved, perfect, satisfy, polite, respect, pure, expected, obedient. അപ്പോൾ ഈ വേർഡ്സിന് ഈ പ്രിഫിക്സസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഈസ് ഇറ്റ് ക്ലിയർ? പ്രിഫിക്സ് എന്താണെന്ന് മനസ്സിലായില്ലേ? Second one, fill in the blanks by adding UN, IM, DIS to the words given in the box. So, in the box there are some words. ഈ വേർഡ്സിന് ഈ പ്രിഫിക്സസ് UN, IM, DIS ഈ പ്രിഫിക്സ് ആഡ് ചെയ്തിട്ട് ആ വേർഡ്സ് എന്ത് ചെയ്യണം? ഈ ബ്ലാങ്ക്സിൽ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഓക്കെ, ടൈഡി എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? നല്ല വൃത്തിയുള്ള. ഓക്കെ, ടൈഡി. പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമയുള്ള. കൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദയയുള്ള. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം അല്ലേ? ഏബിൾ, കഴിവ്. അപ്പിയർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യക്ഷപ്പെടുക. പോസിബിൾ, നമുക്ക് പോസിബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ പറയാം, നമുക്ക് കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ്സ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? പ്രിഫിക്സ് ആഡ് ചെയ്തിട്ട് UN, IN, DIS ഈ പ്രിഫിക്സ് ആഡ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ്സ് കണ്ടുപിടിച്ചിട്ട് ഈ സെൻറ്റൻസസ് വായിച്ച് അതിൽ നിങ്ങൾ ഫില്ല് ചെയ്യണം. തേർഡ് വൺ, നോട്ടീസ് ദ ഹൈലൈറ്റഡ് വേർഡ്സ് ഇൻ ദ സെൻറ്റൻസ് ഗിവൻ ബിലോ. അപ്പോൾ താഴെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ സെൻറ്റൻസിലെ ഹൈലൈറ്റ് ചെയ്ത് കളർ മാറ്റി കൊടുത്ത് ആ വേർഡ്സ് നോക്കുക. ഓക്കെ, യു ഓർഡേർഡ് മീ ടു കം, സോ ഐ വിൽ നോട്ട് ക്വിറ്റ് യുവർ ഹൗസ് ടിൽ ഐ ഹാവ് ഷേവ്ഡ് യു. യു ഓർഡേർഡ് മീ ടു കം, നിങ്ങൾ ഓർഡർ ചെയ്തിട്ടാണ് ഞാനിവിടെ വന്നത്. സോ ഐ വിൽ നോട്ട് ക്വിറ്റ് യുവർ ഹൗസ്. സോ അതുകൊണ്ട് അല്ലേ? അപ്പം നിങ്ങൾ ഓർഡർ ചെയ്തിട്ടാണ് വന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വീട് വിട്ട് പോകില്ല. ടിൽ ഐ ഹാവ് ഷേവ്ഡ് യു. ടിൽ എന്ന് പറഞ്ഞാൽ അതുവരെ, ഞാൻ നിങ്ങളെ ഷേവ് ചെയ്ത് കഴിയുന്നത് വരെ ഞാൻ നിങ്ങളുടെ വീട് വിട്ട് പോകില്ല. അപ്പോൾ ഈ സോ, ടിൽ ഇതെല്ലാം ഇവിടെ എന്താണ്? കണക്ട് ചെയ്യുന്ന, അതിനെ ജോയിൻ ചെയ്യുന്ന വേർഡ്സ് ആണല്ലേ? ഈ സെൻറ്റൻസുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന വേർഡ്സാണ് ഇത് സോയും ടില്ലും ഒക്കെ. ഓക്കെ, കണക്റ്ററാണ് അല്ലേ? അതുപോലെ സെക്കൻഡ് സെൻറ്റൻസ് നോക്കൂ. വൈൽ ഹി വാസ് ഷേവിങ് മീ ഹി കുഡ് നോട്ട് സ്റ്റോപ്പ് ടോക്കിംഗ്. അപ്പോൾ ഇദ്ദേഹം എന്നെ ഷേവ് ചെയ്യുകയായിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് സംസാരം നിർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ എന്താ വന്നത്? വൈൽ എന്നത് എന്താണ്? ഈ സെൻറ്റൻസസിനെ ഒരു കണക്ട് ചെയ്യുന്ന ഒരു വേർഡാണ് അല്ലേ? വൈൽ. ഇപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ഒരു സെൻറ്റൻസാണ്, നമ്മൾ കോമയായിട്ട് വേർതിരിച്ചിട്ടേ ഉള്ളൂ അല്ലേ? അപ്പോൾ വൈൽ എന്നാണ് ഇവിടെ കണക്റ്റർ. ഓക്കെ, നൗ യൂസ് ദ ജോയിനിങ് വേർഡ്സ്. നമുക്ക് കണക്റ്റർ അല്ലെങ്കിൽ ജോയിനിങ് വേർഡ്സ് എന്നൊക്കെ പറയാം. ഓക്കെ, ഗിവൺ ഇൻ ദ ബോക്സ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ ഇവിടെ കുറച്ച് സെൻറ്റൻസസ് ഉണ്ട്, അത് നമ്മൾ ഫില്ല് ചെയ്യണം. എന്ത് വെച്ചാൽ ഫില്ല് ചെയ്യേണ്ട? ഈ ജോയിനിങ് വേർഡ്സ്, ഈ കണക്റ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, നൗ വി ക്യാൻ റീഡ് ദ ജോയിനിങ് വേർഡ്സ് ഇൻ ദ ബോക്സ്. ഇഫ്, ഓർ, till, were, unless, so, while. അപ്പം ഇഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്?
ആണെങ്കിൽ എന്നുള്ള അർത്ഥമല്ലേ വരാം. ഇഫ് യു കം വിത്ത് മീ ഐ വിൽ ബി ഹാപ്പി. നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ, ഇഫ് യു കം വിത്ത് മീ, നീ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഐ വിൽ ബി ഹാപ്പി, ഞാൻ സന്തോഷവതിയാകും. ഓക്കെ, അപ്പോൾ അതുപോലെ ആണ് ഇഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കണക്റ്ററാണ് അല്ലേ, ജോയിനിങ് വേർഡാണ് ആണെങ്കിൽ എന്നുള്ള അർത്ഥം. അപ്പോൾ അതുപോലെ ബാക്കിയുള്ള വേർഡ്സും നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഈ താഴെയുള്ള സെൻറ്റൻസസിനെ നിങ്ങൾ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കണക്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ്, ഈ ജോയിനിങ് വേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. ഓക്കെ, വേർഡ് ഫൺ. Look at the words in the bubbles. Write what do you do when you are at a feast, race, cricket match, cinema, fair, party. അപ്പോൾ ഇവിടെ ഒരു ബബിൾ ഉണ്ട്. ഈ ബബിളിൽ കുറച്ച് വേർഡ്സ് ഉണ്ട് അല്ലേ. സിറ്റ്, ഡ്രിങ്ക്, പ്ലേ, യെൽ, ഡാൻസ്, സിംഗ്, സെർവ്, റൺ, എൻജോയ്, ബൈ, വേവ്, ഷൗട്ട്, റൈഡ്, ഗ്രീറ്റ്, വിൻ, ചിയർ, കോമ്പീറ്റ്. അപ്പോൾ ഇതെല്ലാം ചില ആക്ടിവിറ്റീസാണ്, ചില ആക്ഷൻസാണ്. അപ്പോൾ ഈ ഓരോ മൊമെൻറ്റിൽ ഫീസ്റ്റ്, ഒരു സദ്യ അല്ലെങ്കിൽ ഒരു ആഘോഷം എന്നൊക്കെ പറയും നമ്മൾ ഫീസ്റ്റിന്, അല്ലെങ്കിൽ റേസ്, ഒരു മത്സരം, ക്രിക്കറ്റ് മാച്ച്, സിനിമ, ഫെയർ, പാർട്ടി. ഈ സമയങ്ങളിലൊക്കെ നിങ്ങൾ എന്താണ് ചെയ്യുക എന്നതാണ് ഈ ആക്ഷൻസ് നിങ്ങളവിടെ എടുത്ത് എഴുതണം. ഓക്കെ, ലെറ്റ്സ് റൈറ്റ്. How does your father or uncle shave his face every day? He lathers his face with shaving cream. Then he uses his razor. He runs it over his face in even strokes. After this, he washes his face and wipes it to get rid of the lather. Now describe two of the following processes. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഫേസ്, നിങ്ങളുടെ ഫാദർ അല്ലെങ്കിൽ അങ്കിൾ എങ്ങനെയാണ് ഫേസ് ഷേവ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു വിവരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. എങ്ങനെയാണ് ഫേസ് ഷേവ് ചെയ്യുക എന്നുള്ളതിൻ്റെ. അപ്പോൾ അതുപോലെ താഴെയുള്ള പ്രോസസ്സിൽ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ഡിസ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു വിവരണം എഴുതണം. ഓക്കെ, അപ്പോൾ ഏതെല്ലാം പ്രോസസ്സാണ് കൊടുത്തിട്ടുള്ളത്. ഹൗ ടു സെൻഡ് എ ലെറ്റർ ഓർ ഇമെയിൽ. ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു ഇമെയിൽ എങ്ങനെയാണ് അയക്കുക. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് എഴുതണം. എങ്ങനെയാണ് ലെറ്റർ എഴുതുക, നമ്മൾ അയക്കുക. ആദ്യം ലെറ്റർ എടുക്കും, എന്നിട്ട് എന്താ ചെയ്യുക, നമ്മൾ എവിടെയൊക്കെ പോവുക, പോസ്റ്റ് ഓഫീസിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും, അങ്ങനെ കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മൾ എഴുതണം. ഓക്കെ, സെക്കൻഡ് വൺ, ഹൗ ടു മേക്ക് എ സാലഡ്. ഒരു സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക, അതാണ് ഒരു പ്രോസസ്സ്. തേർഡ് വൺ, ഹൗ ടു പ്രിപ്പയർ എ ഗാർഡൻ ബെഡ് ടു ഗ്രോ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗാർഡൻ ബെഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാം. ഫോർത്ത് വൺ, ഹൗ ടു പെയിൻറ്റ് എ മ്യൂറൽ ഓർ എ വാൾ പിക്ചർ. ഒരു മ്യൂറൽ പിക്ചർ, ഒരു മ്യൂറൽ പെയിൻറ്റ് അല്ലെങ്കിൽ ഒരു വാൾ പിക്ചർ എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലേതെങ്കിലും രണ്ടെണ്ണം ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയും വർക്ക്സാണ് ചെയ്യാനുള്ളത്. നൗ പ്ലീസ് ഡു ദ ഹോം വർക്ക്സ് ആൻഡ് സെൻഡ് ദം ടു മീ. എല്ലാവരും എനിക്ക് ഹോം വർക്ക്സ് അയച്ചു തരണം. ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്.